ജി ഷോക്കിൻ്റെ GA100 സീരീസ് വാച്ചിൽ എങ്ങനെ ടൈം സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ഒരു വാച്ചിൻ്റെ ബേസിക് ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടണം. സാധാരണ വാച്ചിലുള്ളതുപോലെ അനലോഗ് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ക്രൗഡ് കാര്യങ്ങളൊന്നും ഈ ഒരു വാച്ചിനില്ല. ഡിജിറ്റലി സെറ്റ് ചെയ്യുന്ന ടൈമിൻ്റെ ബേസിൽ അനലോഗും കൂടി സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാച്ചിൽ ടൈം സെറ്റ് ചെയ്തതിന് മുന്നേ ടൈം കീപ്പിംഗ് മോഡ് തന്നെയാണോ നിങ്ങൾ വാച്ച് ഉള്ളതെന്ന് കൺഫേം വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി ഇവിടെ ഡേ തന്നെയാണോ കാണിക്കുന്നത് നോക്കുക. ഇൻ കേസ് നിങ്ങളുടെ വാച്ചിൽ ഡേ അല്ല കാണിക്കുന്നത്, മറ്റേതെങ്കിലും ഫംഗ്ഷൻ സ്റ്റോപ്പ് വാച്ച്, ടൈമർ, വേൾഡ് ടൈം, അങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ അവിടെ ടൈം കീപ്പിംഗ് മോഡിലേക്ക് തന്നെ മാറ്റാം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ബട്ടണാണ്. ഈ ഒരു ബട്ടൺ നമുക്ക് എ ബട്ടൺ എന്ന് വിളിക്കാം. ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബീപ്പ് ശബ്ദത്തോടുകൂടി ഇവിടെ ബ്ലിങ്ക് ആവുന്നത് കാണാം. 40-ലധികം സിറ്റിയുടെ ടൈം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു വാച്ചിലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത്. DXD മീൻസ് ദുബായ് ആണ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർവേഡ് ബട്ടൺ ഉപയോഗിക്കുക. KBL കാബൂൾ, KHI കറാച്ചി, DL ഡൽഹി. ഇന്ത്യയുടെ ടൈം സിറ്റി വരുന്നത് ഡൽഹിയാണ്. അത് അവിടെ കൊടുത്തു. ഈ നെക്സ്റ്റിലേക്ക് പോകാൻ വേണ്ടി ഈ ഒരു മോഡ് ബട്ടൺ DST ഡേ ലൈറ്റ് സേവിങ് ടൈമാണ്. പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യത്തിൽ വ്യത്യാസം വരുന്ന യൂറോപ്യൻ കൺട്രിയിലാണ് ഇത് ആവശ്യം. നമുക്കിതവിടെ ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഓഫിൽ തന്നെ വെക്കുക. നെക്സ്റ്റിലേക്ക് പോകാൻ വേണ്ടി ഈ ഒരു മോഡ് ബട്ടൺ 12 ഹവർ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഫോർവേഡ് ബട്ടൺ ഉപയോഗിച്ച് അവിടെ 12 ഹവറിലേക്ക് മാറ്റുക. നമുക്ക് 12 ഹവറിന് മതി, 24 ഹവർ വേണ്ട. അപ്പോൾ നെക്സ്റ്റിലേക്ക് പോകാൻ വേണ്ടി മോഡ് ബട്ടൺ. അപ്പോൾ സെക്കൻഡ് ബ്ലിങ്ക് ആണെന്ന് കാണാം. സെക്കൻഡിലാണ് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഇപ്പോൾ സമയം 7:50 PM ആണ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർവേഡ് ബട്ടൺ ഉപയോഗിക്കുക. 7:50 PM സെറ്റ് ചെയ്തു. 50ലേക്ക് നെക്സ്റ്റിലേക്ക് ഫോർവേഡ് ബട്ടൺ അവിടെ 50 സെറ്റാക്കുക. 7:50 സെറ്റാക്കി നെക്സ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മോഡ് ബട്ടൺ. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇയറാണ്. ഇയർ 25 ആണ്. 25ലേക്ക് ഫോർവേഡ് ബട്ടൺ ഉപയോഗിക്കുക. 25 സെറ്റ് ചെയ്തു. നെക്സ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്നത് മന്താണ്, സെപ്റ്റംബർ. അപ്പോൾ 9 സെറ്റാക്കി കൊടുക്കുക. നെക്സ്റ്റിലേക്ക് മോഡ് ബട്ടൺ 23 മാറ്റി 28 ആക്കണം. സൺഡേ ആണ്. 28 സെറ്റാക്കി. നെക്സ്റ്റിലേക്ക് മോഡ് ബട്ടൺ LT1 മീൻസ് ലേറ്റ് ബ്ലിങ്കിങ് ടൈമാണ്. അപ്പോൾ ഇവിടെ 1 വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് ലേറ്റ് ബ്ലിങ്ക് ആവും. ചേഞ്ചസ് എത്താൻ വേണ്ടിയിട്ട് 3 കൊടുക്കുക. 3 സെക്കൻഡ് ലേറ്റ് ബ്ലിങ്ക് ആവും. നമ്മൾ 3ലേക്ക് വെച്ചു, മോഡ് ബട്ടൺ വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് Dയിൽ തന്നെ കാണാം. അപ്പോൾ നമ്മളെല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ടൈം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ തന്നെ ഒന്ന് സിംഗിൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അനലോഗ് കറങ്ങി 7:51 തന്നെ സെറ്റാകും. ഇവിടെ നമുക്കറിയാം ഡിജിറ്റൽ 7:50 ആണ് കാണിക്കുന്നത്. ഓക്കെ, 7:51 7:52 വന്ന് സെറ്റായിട്ടുണ്ട്. ഓക്കെ, വാച്ചിൽ നമ്മൾ ടൈം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. 7:53 അനലോഗും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ചില കേസിൽ ഈ ഒരു അനലോഗ് തെറ്റിയിട്ട് റോങ് ആയി ഇൻകറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് കാണാം. അങ്ങനെ ഒരു വാച്ചാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാച്ചിൽ നമ്മൾ കാലിബ്രേഷൻ റെഡിയാക്കി എടുക്കണം. കാലിബ്രേഷൻ റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഡിജിറ്റലി സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. ഇവിടെ ഡേ, സൺഡേ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡേ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഡേ തന്നെ കാണിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. 7:53 ഡിജിറ്റലി സെറ്റ് ചെയ്ത ടൈം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് പ്രസ് ചെയ്തതിനാൽ മന്തും ഡേറ്റും കാണിക്കും. 9 സെപ്റ്റംബർ 28 ഡേറ്റ് കറക്റ്റാണ്. ഈ ഒരു അനലോഗ് മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. അപ്പോൾ അനലോഗ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ഫോർവേഡ് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാൻഡ് കാലിബ്രേഷൻ ഫംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വാച്ചിന് 3 ഹാൻഡാണുള്ളത്. സബ് ഹാൻഡ്, ഹവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്. ഈ ഒരു 3 ഹാൻഡ് നമ്മൾ 0th പൊസിഷൻ, അതായത് ഈ ഒരു 12th പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു സബ് ഹാൻഡിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫോർവേഡ് ബട്ടൺ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ നമ്മൾ 0th പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇനി ഒന്ന് മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവും. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും നമുക്ക് 0th പൊസിഷൻ ഇവിടത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു ഫോർവേഡ് ബട്ടൺ തന്നെ ഉപയോഗിക്കുക. ഫോർവേഡ് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആകും. അപ്പോൾ ഇവിടെ 0 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും നമ്മൾ 0th പൊസിഷനിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഈ ഒരു എ ബട്ടൺ ഒന്ന് സിംഗിൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹാൻഡ് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എന്താണോ സമയം കാണിക്കുന്നത് അതിന് കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഡിജിറ്റലും അനലോഗും കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. Stored